ഉള്ളത്. കർത്താവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അവൻ എന്തിനാ പീഡ അനുഭവിച്ചത്? നമ്മളുടെ പാപത്തിന് പരിഹാരം വരുത്താനാണ്. പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് വേറെ ആരുമില്ല. ആ വേറെ ആരുമില്ലാത്തടത്ത് അവൻ വന്നു. യേശു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയാണ് യേശു ജനിച്ചത്. യേശു എന്നുള്ള പേരെടുത്തത് തന്നെ അതിനു വേണ്ടിയാണ്. അങ്ങനെ അവൻ ഇവിടെ ഇന്ന് നമ്മളെടുത്ത ഭാഗം, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് സത്യത്തിൽ അല്ല രഹസ്യത്തിൽ യേശുവിന്റെ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ ജോസഫ്. അരിമത്തിയിലെ ജോസഫ് അവിടുത്തെ ഒരു മിനിസ്റ്ററാണ്, മന്ത്രിയാ, പക്ഷേ പേടിയാ. അപ്പോ അവൻ രഹസ്യ ശിഷ്യനായിരുന്നു. പരസ്യ ശിഷ്യന്മാരുണ്ട്, രഹസ്യ ശിഷ്യന്മാരുമുണ്ട്. ആവശ്യത്തിന്റെ മുഖത്ത് വന്നപ്പോ അവന്റെ രഹസ്യം വെട്ടി തുറന്ന് അവനൊരു പരസ്യ ശിഷ്യനായി തീരുകയാണ്. നോക്കിയേ, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. ക്രൂശിൽ കിടന്നാല് അത് വളരെ അപഹാസ്യമാണ്. അത് കൊണ്ടുപോയി മറവ് ചെയ്യണം. അതിന് പീലാത്തോസ് ജോസഫ് അരിമത്തിയിലെ ജോസഫ് പീലാത്തോസ് ഭരണാധികാരിയാ, അവനോട് അനുവാദം ചോദിച്ചു. അവിടെ പറയുന്നത്, പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. പീലാത്തോസ് അനുവാദം കൊടുത്തു, കൊണ്ടുപോയി അടക്കിക്കൊള്ളാൻ അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തത് കൊണ്ട് അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു എന്ന് പറയുമ്പോൾ കുരിശിലാണ് ശരീരം കിടക്കുന്നത്. അപ്പോ കുരിശിൽ നിന്ന് അവനെ താഴെ ഇറക്കിയിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലൊന്ന് കാണുന്നത് നല്ലതാ. യേശു അനുഭവിച്ച വ്യഥ അത് ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടി അനുഭവിച്ച വ്യഥ ഇന്നതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നീക്കോദിമോസ് ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. അവന് ശിഷ്യത്വം ഇഷ്ടമായിരുന്നു, പക്ഷെ മന്ത്രിസ്ഥാനം ഒന്നും വിടാനായിട്ട് അവന് താല്പര്യമില്ലായിരുന്നു. അപ്പം ഈ മന്ത്രിസ്ഥാനവും ശിഷ്യസ്ഥാനവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാൽ വാസ്തവത്തിൽ അവനൊരു ശിഷ്യനായിരുന്നു. അപ്പൊ ആ രഹസ്യ ശിഷ്യൻ എന്ത് ചെയ്തു? രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് നീക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. സുഗന്ധദ്രവ്യം 100 റാത്തല് എന്ന് പറഞ്ഞാൽ സമ്പന്നന്മാർക്ക് വേണ്ടിയാ അത്രയൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് സമ്പന്നന്മാരായതുകൊണ്ട് അവരവരുടെ സമ്പന്നതയിൽ നിന്ന് കൊണ്ടുവന്നു. അല്ലെങ്കിൽ അല്പം പേരിൽ മാത്രം എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അപ്പോ ആ സമ്പന്നതയിൽ നിന്ന് അവർ കൊണ്ടുവന്നു. അവരുടെ സമ്പത്തിനെ അവര് കർത്താവിന്റെ അടക്കത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം, അപ്പോ അവിടുത്തെ ആ രീതി അനുസരിച്ച്, കർത്താവ് ഒരു യഹൂദനായിരുന്നല്ലോ, അതുകൊണ്ട് യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവനെ അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു. ഈ കൊണ്ടുവന്ന കൂട്ട് അവന്റെ ശരീരത്തിൽ പൊതിഞ്ഞുകൊണ്ട് ശീല എടുത്ത് അതിനെ പൊതിഞ്ഞു. അപ്പോ ആ സുഗന്ധവർഗത്തിന്റെ അകത്താണ് യേശുവിന്റെ ഡെഡ് ബോഡി ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെഡ് ബോഡി അത്ര പെട്ടെന്ന് ചീത്തയാകുകയില്ല.
കൊണ്ട് ശീല പൊതിഞ്ഞു കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ഉണ്ടായിരുന്നു. അപ്പോ ക്രൂശിച്ച സ്ഥലം ഇവിടെയാണെങ്കിൽ ഏതാണ്ട് അടുത്ത് തന്നെ ഒരു തോട്ടം അവിടെ ഉണ്ടായിരുന്നു, ഒരു ഗാർഡൻ. ആ ഗാർഡനില് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്താണ് ഉണ്ടായിരുന്നു? ആ തോട്ടത്തിൽ മുമ്പ് ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. അപ്പൊ കല്ലറ ആരെങ്കിലും കെട്ടാൻ വേണ്ടിയിട്ട് ഓടിയോ? കർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിരുന്നു. കല്ലറ ആർക്കോ വേണ്ടി ആരോ ഉണ്ടാക്കിയതാ. പക്ഷേ ഇതാ ഇവിടെ ആവശ്യം വന്നു, കർത്താവിന് ആവശ്യം വന്നിരിക്കുന്നു. കർത്താവിന് പ്രസവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുറി കണ്ടെടുക്കാനായിട്ട് സാധിച്ചില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് സെൻസസ് എടുക്കുന്ന സമയമായതുകൊണ്ട് അനേകരവിടെ വന്നിരുന്നു. എല്ലാ വീടുകളും അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവർക്ക് മറിയയ്ക്ക് താമസിക്കാനായിട്ട്, മറിയ നല്ല പ്രഗ്നന്റാണ്, നല്ല ഗർഭസ്ഥയായ സ്ത്രീയാണ്. പക്ഷെ അവൾക്ക് കിടക്കാൻ ഒരു സ്ഥലം കൊടുത്തില്ല, ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പ്രസവിക്കാനുള്ള സമയവും എടുത്തു. അവർക്ക് ഏറ്റവും സൗകര്യം കിട്ടിയത് ഒരു പശുത്തൊഴുത്താണ്. പശുത്തൊഴുത്തില് അവര് കച്ചിയൊക്കെ, അല്ലെ പുല്ല്, ഇവിടെ ആയിരിക്കും കച്ചിയുള്ളത്, അവിടെ പുല്ലായിരിക്കും, പുല്ല് വിരിച്ചിട്ട് അതിനകത്ത് അത് പ്രസവ മുറിയാക്കി അവിടെ പ്രസവിച്ചു. നമ്മുടെ കർത്താവിനും ഈ ലോകത്തിലേക്ക് വരാനായിട്ട് യാതൊരു സൗകര്യവും ചെയ്തു കൊടുത്തില്ല. എന്നാ സൗകര്യം ചെയ്തു സൗകര്യം ഉണ്ടാക്കാൻ കഴിയുന്ന കർത്താവല്ലയോ? നിശ്ചയമായിട്ടും അവനെ അന്വേഷിച്ച് വിദ്വാൻമാർ എവിടാ ചെന്നേ? ഹേരോദാവിന്റെ കൊട്ടാരത്തിലെ തന്നെ. അവര് ഒരു നക്ഷത്രം കണ്ടു, ഒരു വിശിഷ്ട കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, അതിനെ കാണണം. ആ കുഞ്ഞ് എവിടെ ആയിരിക്കും? നിശ്ചയമായിട്ടും ഹേരോദാവിന്റെ കൊട്ടാരത്തിലായിരിക്കും. അതുകൊണ്ട് ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ അവർ വന്നു. അവര് പഠിപ്പുള്ളവരാ, വിദ്വാൻമാരാ. അവിടെ വന്നു, അവർക്ക് കാണാൻ പറ്റിയില്ല. എന്നാൽ ഇത്രയും പഠിപ്പൊന്നും ഇല്ലാത്ത കുറച്ച് ആട്ടിടയര് അവിടെ ആടിനെ തീറ്റി എല്ലാം കൊണ്ട് ഇട്ടിട്ട് അതിനെ നോക്കിക്കൊണ്ട് അവിടെ കിടക്കുക. ഉടനെയാണ് മാലാഖമാര് പറയുന്നു, ഏതാണ്, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, പോയി കണ്ടോളാൻ. അവർക്ക് പോയി കാണാൻ പറ്റി, വിദ്വാൻമാർക്ക് പോയി കാണാൻ പറ്റിയില്ല. പിന്നെ വളരെ പാടുപെട്ട് ചെന്നു. കർത്താവ് സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. 100 അതുകൊണ്ട് ഇത് അവൻ സമ്പന്നനായിരുന്നുകൊണ്ട് അവൻ എന്താണ് 100 റാത്തൽ 100 അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് അവർ യേശുവിന്റെ ശരീരം താഴെ ഇറക്കി വെച്ചിട്ട് യഹൂദന്മാർ ചെയ്യുന്നത് പോലെ, യഹൂദന്മാർ ചെയ്യുന്ന അതേ രീതിയിൽ, അപ്പോ അവിടെ മര്യാദ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടെ ശീല പൊതിഞ്ഞ് കെട്ടി. അവിടെ ജോലി ഇതായി കെട്ടി. അവനെ കെട്ടി പിന്നെ അടക്കുക ചെയ്യേണ്ടത്. അടക്കണമെന്ന് ഏതെങ്കിലും കല്ലറയിലല്ലേ അടക്കാനൊക്കത്തുള്ളൂ. അതിന് ആ തോട്ടത്തിൽ, ഈ പ്രത്യേക സ്ഥലത്ത്, ആ തോട്ടത്തിൽ ഇതിനു മുമ്പ് ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറ ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവിന് വേണ്ടിയിട്ടൊരു കല്ലറ
പണിയേണ്ടി വന്നില്ല. ഒരു കല്ലറ പണിയേണ്ടി വന്നില്ല. ഒരു പുതിയ കല്ലറ ഒരു കല്ലറ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ആ കല്ലറ അടുത്തായിരുന്നത് കൊണ്ട് സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം, ആ ഒരുക്കനാൾ എന്ന് പറയുന്നത് ഒരു വിശേഷ ശബത്താണ് വന്നിരിക്കുന്നത്, പെരുന്നാളിനോട് കൂടെ ചേർന്നുള്ളൊരു ശബത്ത്. ആ ശബത്ത് എന്ന് പറയുന്ന 2 ദിവസമാണ്. ശബത്ത് അവർക്ക് ഒരു ദിവസമേ ഉള്ളൂ. പക്ഷെ ഇത് വിശേഷ ശബത്ത് 2 ദിവസമാണ്. അതുകൊണ്ട് അവര് ആ ശബത്ത് തുടങ്ങുന്നതിന് മുമ്പേ കർത്താവിനെ അടക്കണം. അല്ലെങ്കിൽ ശബത്തായി കഴിഞ്ഞാൽ കർത്താവിനെ അടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അവിടെ വെച്ചു. കാരണം ഇത് ജോസഫിന്റെയോ അതുപോലെ ആരുടെയെങ്കിലും ആയിരുന്നിരിക്കും. അതുകൊണ്ട് അവർക്ക് വെക്കാമായിരുന്നു ഒരു കർത്താവ്. അതുകൊണ്ട് സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ അടക്കി വെച്ചു എന്ന് പറയുന്ന അവിടെ അടക്കി. അപ്പോ കല്ലറയിൽ യേശുവിനെ വെച്ചു. യേശുവിന്റെ ഡെഡ് ബോഡി വെച്ചിട്ട് അവർ നിശ്ചയമായിട്ടും സുഗന്ധദ്രവ്യങ്ങള് കർത്താവിനെ പുതിയ തന്നെ 100 റാത്തിൽ കൊണ്ടുവന്നു. അപ്പോ സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട് മൂടി വെച്ചു. കല്ലറയുടെ മൂടി വെച്ച് അടച്ചു. ഇനിയിപ്പം അവിടെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. അവര് പോയി ശബത്ത് തുടങ്ങിയത് കൊണ്ട് പോയി സ്വസ്ഥമായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവന്റെ മരണത്തിൽ, നമ്മുടെ മരണത്തിൽ അവസരത്തിലായിരിക്കാം നമ്മൾ വിചാരിക്കുക എങ്ങനെ ആ കാര്യങ്ങൾ നടക്കുന്നത്, ഈ കാര്യങ്ങൾ നടക്കുന്നത്, എന്തോ ചെയ്യും, കിടന്ന് ഓടുക, മനസ്സിന്റെ ആദിയുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയാണ്. നമ്മളാരാ? നമ്മൾ യേശുവിന്റെ ശിഷ്യരാണ്. നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ ശിഷ്യരാണ്. ഗുരുവിന് കൊടുത്തത് നമുക്കും ലഭിക്കും. നമ്മൾ എവിടെ അടക്കും, എങ്ങനെ അടക്കും എന്നുള്ള കാര്യത്തെ പറ്റി നമ്മളാരും പ്രയാസപ്പെടേണ്ട. അതിന്റെ കൃത്യമായ സമയത്ത് അതിന് വേണ്ട കാര്യങ്ങൾ കർത്താവ് ചെയ്തു. കർത്താവ് ആർക്കും അടക്കാരനല്ല. അതുകൊണ്ട് നമുക്ക് യേശുവിന് ചെയ്തു കൊടുത്തതെല്ലാം, യേശുക്രിസ്തുവിന് പിതാവാം ദൈവം ചെയ്തു കൊടുത്തതെല്ലാം നമ്മൾ വാസ്തവത്തില് ഒരു ക്രിസ്തു ശിഷ്യനാണെന്നുണ്ടെങ്കിൽ നമുക്കും കർത്താവ് ചെയ്തു തരും. നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ ഈ കാര്യത്തിൽ ആരും വ്യാധി എടുത്തുകൊണ്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പൊസിഷൻ വളരെ സേഫായ. കാരണം ആരാണ് നമ്മളെ അന്വേഷിക്കുന്നത്? ആരുടെ കയ്യിലാണ് നമ്മളിരിക്കുന്നത്? അഖിലാണ്ട മുഴുവൻ സൃഷ്ടിച്ച വാക്കിനാൽ, ഒരൊറ്റ വാക്ക് ഉണ്ടാകട്ടെ എന്ന് ഉണ്ടായി. വാക്കിനാൽ സൃഷ്ടിച്ച ദൈവത്തിന്റെ കയ്യിലാണ് നമ്മളത് പല അവസരത്തിൽ നമ്മൾ അറിയാതെയാണ് കിടന്ന് ആദ്യം പിടിക്കുന്നത്. അയ്യോ ഞാൻ എന്ത് ചെയ്യും? പല അവസരത്തിലും ഇല്ല, ഞാൻ എൻ്റെ കർത്താവിന്റെ സ്വന്തമാണ്. ആ വിശ്വാസം നമുക്ക് വേണം. ഞാൻ എൻ്റെ കർത്താവിന്റെ സ്വന്തമാണ്. കർത്താവിനെ കവിഞ്ഞിട്ട് വേറെ ആർക്കും എന്നോട് ഒരു ദ്രോഹവും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ദ്രോഹം വരികയാണെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം.
കാരണം അത് കർത്താവ് അനുവദിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ദ്രോഹം വരുമെന്ന് വിചാരിച്ച് ഞാൻ കഷ്ടപ്പെടുകയില്ല. ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് കർത്താവിന്റെ കയ്യില് നമ്മൾ ഫലമേൽപ്പിച്ചുകൊണ്ട് ജീവിതം വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് ചെലവഴിക്കാം. ആരാണ് നമ്മളെ നടത്തുന്നത് നമുക്കറിയാം. ആ നടത്തുന്നവൻ എല്ലാ കാര്യത്തിലും കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ, പാട്ടുണ്ടല്ലോ, ഭയപ്പെടാതെ പോയിടാം, നമുക്ക് പോകാം. ഭയപ്പെടാതെ നമുക്ക് പോകാം. കർത്താവ് വിശ്വസ്തനാണ്. അവന് ഒരു തെറ്റും ഉണ്ടാകുകയില്ല. അവൻ നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ പ്രാപ്തനാണ്. അങ്ങനെ നമുക്ക് നമ്മളുടെ ശിക്ഷായുസ് ചെലവിടാം. ഉത്സാഹത്തോടെ ആയിരിക്കാം, സന്തോഷത്തോടെ ആയിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നന്ദി പറയാം. സമയത്ത് ഇപ്പോൾ കേട്ടതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെയും ഓരോ അവസരങ്ങൾ നമ്മള് വിചാരിക്കാത്ത നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വഴിനടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പോഴും അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി ആയിരുന്നു എന്ന് വാക്യം പറയുമ്പോൾ നമ്മളത് ഏറ്റെടുക്കണം, ആ വചനം. കാരണം നമ്മളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നാം നമ്മളാപാടെ ആ വേദനപ്പെട്ട് അയ്യോ എന്ത് ചെയ്യും, ആര് ചെയ്യും എന്നുള്ള ഒരു പ്രയാസത്തിലും ദൈവത്തെ മറന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്റെ മനുഷ്യൻ സാധാരണ അങ്ങനെയാണ്. പെട്ടെന്ന് ഇതൊന്നും ഓർക്കുക. പക്ഷെങ്കിലും അറിയാത്ത സന്ദർഭങ്ങളില് നമ്മളുടെയും ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥാനത്ത് നിന്ന്, വിചാരിക്കാത്ത ആ വ്യക്തിയിൽ നിന്ന് ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ അത് യാദൃച്ഛികമല്ല ഒരിക്കലും. നിശ്ചയമായിട്ടും അത് ദൈവത്തിൽ നിന്നുള്ള ഒരു കൃപയാണ്, ദൈവകൃപയാണ്. ദൈവം നമ്മളെ കാണുന്നു എന്നുള്ളതിന്റെ ഒരു അവസരം. ഞാൻ ഒരിക്കൽ എന്റെ ജീവിതത്തിൽ നിസ്സാര കാര്യമാണെങ്കിലും വളരെ ഞാൻ വീട് പണിയുന്ന കാലം, അന്ന് ശനിയാഴ്ച 300 രൂപ എനിക്ക് കൂലി കൊടുക്കാൻ വേണം. മറ്റൊരു പൈസ ഇല്ല അന്ന്. പക്ഷെങ്കില് അങ്ങനെയുള്ള അവസരത്തില് കടയില് റോഡില് ചെന്നിട്ട് പറ്റുകടയെന്നോ അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ അത് കിട്ടുന്നില്ല. എനിക്ക് അന്ന് 300 രൂപ വേണം, പണിക്കാരന്റെ കൂട്ടത്തിൽ കൊണ്ട് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരിക. അങ്ങനെ വർത്താനം പറഞ്ഞു വരുമ്പോ ഞാൻ ഒരു മനുഷ്യൻ എന്റെ എതിരെ വരിക. സാറേ, ഇത് സാർ ഒന്ന് പിടിച്ചു, ഞാൻ ബാങ്കിൽ പോയിട്ട് ഇത് 300 രൂപ ഉണ്ട് കേട്ടോ, എനിക്ക് 300 രൂപ മതി. ഞാൻ ബാങ്കിൽ പോയിട്ട് ഇന്ന് ഇടാൻ പറ്റിയില്ല, ശനിയാഴ്ചയായിരുന്നു, കഴിഞ്ഞില്ല. ഞാൻ പോയി, സാറിനറിയാമല്ലോ ഞാൻ കിടക്കുന്ന ഒരാളുടെ തിണ്ണയിലാണ്. ഞാൻ ഈ പൈസയിൽ കൊണ്ട് അവിടെ പോയി കിടന്ന ഉള്ളൊരു കൊണ്ടുപോകും. എനിക്ക് വേറെ ആരെയും വിശ്വാസമില്ല. സാറ് എനിക്കൊരു ഒറ്റയൊരു കാരണം, ഞാൻ അയാളോടൊരു പരക്ക് മേടിച്ച ഒരൊറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എങ്കിലും അധ്യാപകൻ എന്നുള്ള നിലയിൽ വഴി വെച്ചാ ഇത് സാറിന്റെ കയ്യിൽ ഇരുന്നോട്ടെ, സാർ തിങ്കളാഴ്ച ബാങ്കിൽ ഒന്ന് ഇട്ടേച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ വന്ന് മേടിച്ചോളാം. സത്യത്തിൽ കരഞ്ഞിട്ടു.
കരഞ്ഞു പോയി. എനിക്കിപ്പോഴും എനിക്ക് അത് ആ സന്ദർഭം, അതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള അനേക നമ്മള് അതൊക്കെ ദൈവം നേരിട്ട് ചെയ്യുന്നത് തന്നെ ദൈവഹിതമാണ്. അപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മള് കുത്തുകളയാം. അപ്പൊ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു എന്ന് ഓർക്കുന്നതാണ്. നമുക്ക് ദൈവം തീർച്ചയായിട്ടും ദൈവം നമ്മളെ കാണും, നമ്മളെ കരുതും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞാൻ ഒരുപാട് ഇപ്പം ഈ കല്ലറയുടെ ഉടമ ഇതിന്റെ പേരിന് ജോസഫ് പീലാത്തോസിന്റെ അടുക്ക പോയി ഇത് ചോദിച്ച് ഉടനെ തന്നെ സമ്മതിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് എത്രയോ പണിക്കാരും കാര്യങ്ങളും ഒക്കെ കാണും. ആ ശരീരം താഴെ ഒരു കുഴപ്പവും കൂടാതെ ഇറക്കണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് അവന്റെ പണിക്കാരും ആൾക്കാരും ഒക്കെ എത്തിക്കാണും. അല്ലെങ്കിൽ ഒരു ശവശരീരം മുകളിൽ നിന്ന് ഒരു കേടും കൂടാതെ ആ ആണിയിൽ തൂങ്ങിക്കിടക്കുന്നു, ഇത്ര ഇറക്കാൻ പറ്റിയല്ല. അന്നേരം തന്നെ അപ്പം അതിനൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരാളെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് വേണം. നമ്മൾ പകുതി പോവും എങ്കിലും ആ ഒരു പൂർണ്ണമായ വിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ നമുക്കും ഒരു ധൈര്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ആ ഒരു എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും, അല്ലെ അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവകൃപയാണ് എന്നുള്ളൊരു ജീവിതത്തിൽ ഒരു വരുവാൻ സഹായിക്കും. പ്രായമുള്ളവരെക്കാളും കൂടുതലും പ്രായം കുറഞ്ഞവരാണ് പ്രായം കുറഞ്ഞവരാണ് ഇപ്പൊ എവിടെ അടക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒരു ചർച്ചയിൽ ആളിനെ വിളിക്കുമ്പോൾ വേറെ എവിടെ അടക്കുന്നതെന്നാണ്. നിങ്ങൾ എവിടെ അടക്കും, എവിടെ അടക്കാൻ പോകുന്നത്, അവിടെ സ്ഥലമുണ്ടോ എന്ന് ഞാൻ സത്യം പറഞ്ഞ ജയിക്കും തന്നെ ആ വിഷയത്തിൽ എത്താനുള്ള ആ ഒരു കോൺഫിഡൻസിനെ ഞാൻ, ആ ഒരു ദൈവത്തിലുള്ള ആ ഒരു പ്രത്യാശയെ ഞാൻ കാര്യം ആവശ്യമെങ്കിലും ആവശ്യമില്ലാത്തോ ഞാൻ ആളുകൾ ഇന്നത്തെ കാലത്ത് ആളുകൾ റിവ്യൂ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. ഇന്ന് നമ്മൾ കേട്ട പോലെ യേശു തന്റെ 33 വയസ്സിനിടയിൽ തന്റെ മരണം പല സമയത്ത് ഉറപ്പാക്കിയപ്പോഴും എവിടെ അടക്കുമെന്നു, ആരടക്കുമെന്നു, ഈ റാത്തലും ഈ സാന്നിധ്യം കൊണ്ടൊക്കെ ആര് വരുമെന്നൊന്നും ഒരിക്കലും ആലോചിച്ചിരുന്നില്ല. എന്നാൽ ജനിച്ച നമ്മൾ സ്വാഭാവിക കാര്യം നമ്മൾ കേട്ട പോലെ ഒരു പശുത്തൊഴുത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ ഈ നിലയിൽ അടക്കപ്പെടാൻ, സമ്പന്നന്മാരോട് അടക്കപ്പെടാൻ ഒരു യോഗ്യതയും സ്വാഭാവികമായിട്ട് നമ്മുടെ ഇതിലില്ല. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ കേൾക്കുക എന്നാൽ നമ്മുടെ ഒരു വേറെ തന്റെ ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസി എന്ന് പറഞ്ഞൊരു കാര്യം നമുക്കും ഏറ്റവും അത് ശരിക്കും നമ്മുടെ ഉള്ളിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കാറ്. ഞാൻ സഞ്ജയ് ഇങ്ങനെ നിക്കോദേമസിന്റെ കാര്യം പറഞ്ഞപ്പം നമ്മള് ഈ സഞ്ജയ് ആ ഒരു അധ്യായം പറഞ്ഞു. ഈ യോഹന്നാൻ സുവിശേഷം 3 പോകുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു യേശു തന്റെ മരണത്തെ പറ്റി ഒരു വ്യക്തിയോട് വളരെ ആഴത്തില് തന്റെ മരണത്തെ പറ്റി, തന്റെ ഉയർപ്പിനെ പറ്റിയൊക്കെ നേരിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു ആള് നിക്കോദെമോസ് ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കായിരുന്നു. നമ്മൾ അതിന്റെ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ മരുഭൂമി സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവൻ വിശ്വസിക്കുന്ന ഏവന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന്. നമ്മൾ ഈ ഡയറക്റ്റുള്ള കാര്യം ശരിക്കും പറഞ്ഞ നിക്കോദെമോസിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ 17 അധ്യായത്തിന് ശേഷം 19-ാമത്തെ അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നിക്കോദെമോസിന്റെ ജീവിതത്തില് ഒരു അവിടെ എഴുതിയേക്കുന്ന ആദ്യം രാത്രിയിൽ ഞാനിങ്ങനെ വരയ്ക്കാറുണ്ടോ, ഒരു സാക്ഷ്യം പറഞ്ഞ സമയത്ത് ഇങ്ങനെ പറഞ്ഞു,
വേദോസത്തിലെ പല കാര്യങ്ങൾ കാണുന്നു. അപ്പം എന്തുവാന്ന് ഒരു അറിയണം എന്നുള്ളൊരു താല്പര്യം ദൈവം തന്നെ ഓരോരുത്തരുടെ മനുഷ്യ പലരുടെ മനസ്സിൽ വെക്കുന്ന ഒരു കാര്യമാണ്. ഈ ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഈ ഒരു കാര്യം സത്യം, നിക്കോദോസിനെ സംബന്ധിച്ച് ഒരു സത്യമായിരുന്നു. എല്ലാവർക്കും ഈ കാര്യങ്ങളെല്ലാം എന്തൊക്കെയോ പോകുന്നു. ഈ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന ആനയുടെ കാര്യം പറഞ്ഞ പോലെ അത് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു. ആന ഇപ്പം ഉത്സവം നന്നായെങ്കിലും നന്നായില്ലെങ്കിലും ആനയ്ക്ക് സാധനം കഴിക്കുന്ന സാധനം കിട്ടിയാൽ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും പോകുന്നതിനിടയിൽ കർത്താവ് ഇതെന്തുകൊണ്ടാണ്, ഇതെന്തോ എഴുതിയേക്കുന്നത് അറിയാനുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഉള്ളിലുള്ള ഒരു താല്പര്യം. അതിനാണ് നിക്കോദെമോസ് സത്യം പറഞ്ഞ യേശുവിനെ ആ രാത്രിയിൽ അന്വേഷിച്ചു പോകുന്നത്. നിക്കോദെമോസിനെ സംബന്ധിച്ച് ഒരു രാത്രിയായിരുന്നു. എന്നാൽ ഈ 19-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നിക്കോദെമോസ് കുറച്ചുകൂടെ വെളിച്ചത്തിലോട്ട് വന്ന ഒരു വലിയ വെളിച്ചത്തിലുള്ള ഒരു നിക്കോദെമോസിനെയാ കർത്താവിന്റെ ഒരു സൈക്കോരാന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞവരെ, നിങ്ങള് രഹസ്യശിഷ്യനാണ്, ഒരിക്കലും കർത്താവിന് രഹസ്യശിഷ്യൻ എന്നൊരു ആളില്ല, നിങ്ങൾ ശിഷ്യനാണെങ്കിൽ അത് വേഗം പരസ്യമായി തരുമെന്നാരോ എനിക്ക് അത് മനസ്സിലാക്കാൻ തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാട്ടെ നടത്തുന്നു. അങ്ങനെ വളരെ ബോൾഡായിട്ട് കർത്താവിന് യേശുവിന് വേണ്ടിയിട്ട് വരാനായിട്ട് നിക്കോദെമോസ് കൂടുതൽ പ്രകാശത്തിലേക്ക് വന്നു. അത് ഈ നമ്മൾ കേട്ട പോലെ ഇങ്ങനെയുള്ള നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളെയും കർത്താവ് എന്തുകൊണ്ട് അതെങ്ങനെയാ സംഭവിക്കുന്നത്? കർത്താവ് വളരെ ഉപദേശത്തോടെ വെച്ച് ചോദിക്കുന്നത്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നീ ഇത് അറിയുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അറിയാൻ വയ്യാത്തവരെ പോലെ നിക്കോദെമോസ് അവിടെ നിൽക്കുക. അതിനെ ഡിഫെൻഡ് ചെയ്യാനോ അല്ല അങ്ങനെ ഞാൻ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കണം ഇങ്ങനെ എഴുതിയേക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും പറയാതെ ശിശുവിനെ പോലെ അവിടെ ഇരിക്കുന്ന നിക്കോദെമോസിനെ നമ്മുടെ അധ്യായത്തിൽ കാണുമ്പോൾ യേശുവിന് വേണ്ടിയിട്ട് നിൽക്കാനായിട്ടും അപ്പം അവിടെ നിക്കോദെമോസ് അവിടെ നിൽക്കുമ്പോൾ താൻ ഉയർത്തപ്പെട്ട ഒരു കർത്താവിനെ കാണുമ്പോൾ നിക്കോദെമോസ് അയ്യോ അന്താളിക്ക് വല്ല ശരിക്കും ഓക്കെ ഞാൻ ഇത് കണ്ട് ബോധ്യപ്പെട്ടു, യേശു പാപത്തിന് വേണ്ടി മരിച്ചു, ഈ ഒരു കാര്യം അവിടെ യേശു ക്രൂശിലേക്ക് നോക്കുന്നു, രക്ഷ പ്രാപിക്കും എന്നുള്ള ഒരു കാര്യം മരണം കാണുമ്പോൾ അന്താളിപ്പിന് പകരം നിക്കോദെമോസിന്റെ മനസ്സിൽ അതൊരു വലിയ ആശ്വാസവും വലിയ പ്രകാശവുമായിട്ട് തീരുകയും നിക്കോദെമോസ് ഞാൻ വിചാരിക്കുന്നു അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പരസ്യമായിട്ട് യേശുവിന്റെ സാക്ഷിയായി നമുക്ക് വരാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും സഹോദരന്മാരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കേവലം എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാതെ അതിനെ നിഗ്ലക്ട് ചെയ്ത് കളയാതെ കർത്താവേ അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാനുള്ള ദൈവരാജ്യത്തെ പറ്റി അവർ പറയുമ്പോഴെല്ലാം പറയുന്നത്, ദൈവിക കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാം പറയുമ്പോൾ അന്വേഷിക്കുന്നവർ കണ്ടെത്തും, അല്ലാതെ ഇതിനെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നവരാരും തന്നെ നമുക്കും ഈ ഒരു ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ അനേക ഇരുട്ടിലും നമുക്ക് കർത്താവേ ഇത് എവിടെയാണ് ലൈറ്റ് എന്ന് അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം ഇന്നത്തെ ഈ ഭാഗം വായിച്ചപ്പോൾ ശരിക്കും വാസ്തവത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഭാരപ്പെടുന്ന ഒരു കാര്യത്തിനും അതിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ 38 മുതല് യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 38 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അസത്യ കർത്താവിന്റെ ഒരു വലിയ പ്രവൃത്തി അവിടെ കാണുകയായിരുന്നു. ദേശം പറഞ്ഞ പോലെ പ്രസവിച്ച കർത്താവിന് ജനിക്കാൻ ആരും ഒരു സ്ഥലം കൊടുത്തില്ല, അവനെ എടുത്ത് പശുത്തൊട്ടിയിൽ കിടത്തിയെന്നാ പറയുന്നത്. അപ്പൊ എവിടെ പ്രസവിച്ചതെന്ന് പോലും പറയുന്നില്ല. അപ്പൊ കർത്താവിനെ എടുത്ത് കുഞ്ഞിനെ എടുത്ത് പശുത്തൊട്ടിൽ, ദൂതന്മാര് പറയുന്നത് ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്നാ പറയുന്നത്. അപ്പം ആ പഴതുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെയാണ് ദൈവം നേരത്തെ നിശ്ചയിച്ചിരുന്നത്. യേശു അങ്ങനെ വരാനാണ് ദൈവം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നുള്ള കാര്യം ആ പ്രവചനം നിവൃത്തിയാകാൻ ദൈവത്തിന്റെ യേശുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും പിതാവാം ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം തിരുവചന പ്രകാരമാണ് നടന്നത് എന്ന് ഉള്ളത് കാര്യം കർത്താവേ ആ ദൈവത്തിൽ ആശ്രയിക്കാൻ കൂടുതൽ ഉത്സാഹം തരിക. ഞാൻ ഇവിടെ ഈ അരിമത്യായ യോസഫിന്റെ കാര്യം വായിച്ചപ്പം അയാൾ ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു, അങ്ങനെ ധനവാനായ ഒരു മന്ത്രിയായിരുന്നു. പക്ഷെ രഹസ്യത്തിൽ ശിഷ്യനായിരുന്നെങ്കിലും അയാളുടെ രഹസ്യത്തിൽ തുടരാതെ, സാധാരണ യേശു ജീവിച്ചു നടന്ന അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴല്ലയോ ഞാനും യേശുവിന്റെ ശിഷ്യനാണെന്ന് എല്ലാരും പറയുന്നത്. ഇത് തന്റെ ആളുകളെല്ലാം കൂടെ ചെയ്യാവുന്നതെല്ലാം ചെയ്ത്
മരത്തെ തൂങ്ങി കഴിഞ്ഞപ്പോ യേശുവിന്റെ ശിഷ്യനാണെന്നും പറഞ്ഞ് ചെന്ന് അതെടുത്തു വെക്കാനുള്ള ഒരു ധൈര്യം ആ ജോസഫിന് എങ്ങനെ ഉണ്ടായി? അരിമത്യാ ജോസഫിനെ ദൈവം ഒരുക്കിയത് കൊണ്ടാണ് അരിമത്യാ ജോസഫിന് അത് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ആ നിക്കോദിമോസിന്റെ കാര്യം പറയുമ്പോഴും പറഞ്ഞല്ലോ, അന്ന് രാത്രിയില് ചെന്നപ്പം അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കാതെ കർത്താവിന്റെ അടുത്ത് ചെല്ലാമെന്ന് കർത്താവിനെ കുറിച്ച് അറിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാ രഹസ്യത്തിൽ മറ്റാരും കാണും. യഹൂദന്മാരെ പേടിച്ചിട്ട് അന്നും അയാള് രാത്രി പോയത്. പക്ഷെ അന്ന് കർത്താവുമായുള്ള കൂടിക്കാഴ്ചയിൽ ആ മനുഷ്യന് രക്ഷിക്കപ്പെടാനും കർത്താവിന്റെ ഒരു രഹസ്യ ശിഷ്യനാകാനും സാധിച്ചു. പക്ഷെ ഇപ്പൊ അവിടെ അത് കേട്ടപ്പോ ഞാൻ ഓർത്ത ഒരു കാര്യം, കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഇന്നും കർത്താവിന്റെ അടുത്ത് ചെല്ലാൻ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. ഏത് കാര്യത്തിലും പാതിരാത്രിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും ഏതെങ്കിലും ഭാരവുമായിട്ട് ഉണരുകയാണെങ്കിൽ ആ സമയത്ത് കർത്താവിന്റെ അടുത്ത് ചെല്ലാൻ ഒരു അപ്പോയിന്റ്മെന്റും വേണ്ട, ഓടിച്ചെല്ലാം. കർത്താവ് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, കർത്താവിന്റെ വലിപ്പം കാണിച്ച് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവം. ഈ ദൈവത്തെ കർത്താവ് ഒരിക്കലും വേദനിപ്പിക്കാൻ ഇടയാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിക്കോദിമോസ് ഇവിടെ കൊണ്ടുവന്ന് സുഗന്ധവർഗമൊക്കെ കൊണ്ടുവന്ന് ആ ശരീരം എടുത്ത് ഇവരെയൊക്കെ പിതാവൻ ദൈവം ഒരുക്കിയെന്നുള്ളത്. ഇവർ യേശുവിന് വേണ്ടി ഇത് വെച്ചിരുന്നു, കല്ലറ ഒരുക്കിയിരുന്നു. അതെല്ലാം ചെയ്ത കർത്താവ് ഈ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ ഒന്നും അല്ലെങ്കിൽ പോലും എന്റെ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. കാരണം അതിന് ആഗ്രഹമുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ കഴിയാതെ പോകുന്നുണ്ട്. എങ്കിലും കർത്താവിനെ നിന്നെ കൊള്ളത്തില്ലെന്നും പറഞ്ഞ് ഒരിക്കലും തള്ളിയിട്ടില്ല. കരയുമ്പോ കർത്താവ് ഉടനെ അതിന് മറുപടി തരികയും ആശ്വസിപ്പിക്കുകയും മുന്നോട്ട് നടത്തുകയും ചെയ്യുന്നൊരു കർത്താവിനെ ഞാൻ കാണുന്നത്. ആ കർത്താവിനെ തന്നെ എവിടെയും നിക്കോദിമോസിന്റെ കാര്യത്തിലും കാണുന്ന, ആരുടെ കാര്യത്തിലും കർത്താവിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. സുവിശേഷം പഠിക്കുന്നതോറും കർത്താവിനെ കൂടുതൽ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ തന്നെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കൂടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ശതാധിപൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഈ സംഭവിച്ചൊരു ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവേ എന്തുവാ പുള്ളി എന്തോ കണ്ടത്? യേശു കർത്താവിന്റെ ക്രൂശുമരണോ അന്നേരം പ്രകൃതിയിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം കൂടെ കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മനുഷ്യൻ വാസ്തവമായ ദൈവത്തിന്റെ പുത്രനാണെന്ന്. കർത്താവേ, എന്റെയും ജീവിതത്തില് കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ, കാര്യങ്ങളോടുള്ള എന്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ദൈവത്തെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തുവാനിടയിൽ ഒരു വാസ്തവത്തിൽ ദൈവത്തിന്റെ ഒരു പുത്രിയാണ് അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ഒരു ശിഷ്യയാണെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകത്തക്കവിധമുള്ള ഒരു ജീവിതം ആയിരിക്കാനായിട്ട് കർത്താവെ എന്നെ സഹായിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ച് നടത്തണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് അറിയാതെ ഒരു കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്റെ ദൈവം, എന്റെ പിതാവ് സർവശക്തനായ ദൈവമാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഹല്ലേലൂയ ആ കർത്താവിന്റെ കരങ്ങളിൽ എപ്പോഴും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ നിൽക്കുക എന്നുള്ളതാണ് എന്റെ ആവശ്യ സമയത്ത്. കർത്താവ് അനുവദിക്കുന്ന ചില സമയങ്ങളുണ്ട്, അവിടെ കർത്താവിന്റെ കൈയുടെ വെള്ളയിൽ വെച്ചുകൊണ്ടാണ് അതിനകത്തോടെ കടത്തി വിടുന്നത്. അല്ലാതെ ഒരു കാര്യങ്ങളും എന്റെ അടുത്തേക്ക് വരാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള ഉറപ്പോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കുറിച്ച് 4 ആഴ്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ജീവിതത്തിൽ കൂടുതലായിട്ട് തന്ത്രയിൽ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ ഭാവിയുടെ കൂടെ മരണത്തിനെ ഏൽപ്പിച്ചുവെങ്കിലും സമ്പന്നനായിട്ടുള്ള ഒരു അടക്കം ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം മുന്നമേ പിതാവ് ഒരുക്കിയിരുന്ന ലോകത്തെ അതെ ആ ധനിയന്മാരുടേതായിട്ടുള്ള ആ അടക്കത്തില് എന്റെ ദൈവം ആയിരുന്നതുപോലെ കർത്താവേ, ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നാകുന്നു
എന്നെ നോക്കപ്പെടുന്നതായിട്ടുള്ള ജീവിതത്തിലെ തന്നെ നടത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയില് ഞാൻ ആയിരിക്കുന്നു. ആത്മാവിലും ജീവനുമായ വചനത്തിന്റെ മുമ്പില് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. അതിനായിട്ട് നിൽപ്പാനും അമ്മാവ് പറഞ്ഞതുപോലെ ഇവിടെ എന്നെ കാണുമ്പോൾ ഇവിടെ ഒരു ദൈവം എത്രയെന്ന അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകളെന്ന് പറവാനായിട്ട് മറ്റുള്ളവരോ പറവാനായിട്ട് നിങ്ങളായിരുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. കൽപ്പിച്ച എല്ലാവരും സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ജനനവും മരണവും ഒക്കെയും നമ്മൾക്ക് വലിയ സാക്ഷ്യമായി തീരുവാൻ അത് ഒരു സാക്ഷ്യമാണ്. കർത്താവിന്റെ ജനനം ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു, മരണം ഏറ്റവും ഉയർന്ന നിലയിൽ സമ്പന്നതയോടുകൂടി. ജനനം ഏറ്റവും പാവപ്പെട്ടവനായിട്ടാണെങ്കിൽ മരിച്ചത് ഏറ്റവും സമ്പന്നന്മാരോടുകൂടി. അതിന്റെ അതിൽ നിന്ന് നമ്മൾക്ക് ഒരു വലിയ നിർദ്ദേശം തരുന്നത്, നമ്മളുടെ ജീവിതത്തിൽ ആദ്യ കാലങ്ങളിൽ നമ്മൾ ദൈവികമായ ദാരിദ്ര്യത്തിൽ ആണ് നമ്മൾ ആയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ വളർന്ന് ദൈവത്തിന്റെ മരണ സമയത്തുണ്ടായ ആ മഹത്വം അല്ലെങ്കിൽ സമ്പന്നത നമ്മളിലും ഉണ്ടാകുവാൻ, നമ്മളും ആത്മീയമായി സമ്പന്നരായി തീരുവാൻ, നമ്മുടെ അവസാനം അങ്ങനെയായി തീരുവാൻ ഒരു പ്രചോദനം നമ്മൾക്ക് നൽകുന്നത് കൂടെയാണ് കർത്താവിന്റെ ജനനവും മരണവും. ആ മരണത്തിൽ നമ്മൾ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് കർത്താവ് ഭൂലോകത്തിൽ വന്നതും മരിച്ചതും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമ്മളുടെ ആത്മീയ വർധന ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആയിരിക്കുവാൻ എനിക്കും കഴിഞ്ഞ ദിവസം എല്ലാം ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങള് നമ്മൾ ഈ ജോൺസ് ഹോസ്പിറ്റലിൽ കൂടുതൽ കർത്താവിന്റെ മരണത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ കേൾക്കുമ്പം വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാം ദൈവം പല സാഹചര്യങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മളോട് സംസാരിക്കുമായിരുന്നു. അവര് പാപത്തെ അതിന്റെ സീരിയസ്നെസ്സിൽ കാണുന്നു. പൗലോസിനോട് ദൈവം പൗലോസിന്റെ കൺവേർഷന്റെ പറയുന്ന ഒരു കാര്യം പറയുന്നത്, വൈ ആർ യു പെർസിക്യൂട്ടിങ് മീ എന്ന് പറയുന്ന അത് ഇന്ന് ഞാന് ആദ്യം സന്ധ്യവട്ടം പറഞ്ഞപ്പോ അത് പറഞ്ഞിരുന്നു. ഹി വാസ് ഫിയേഴ്സ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ് എന്ന് പറഞ്ഞപ്പോ അതെനിക്ക് അത് ഓർമ്മ വന്ന പൗലോസിന്റെ ആ ഒരു അത് നമ്മള് ഒരു കോട്ട് ഞാൻ ഓർക്കുമായിരുന്നു. അതിനകത്ത് അതായത് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ മരണത്തിന് ഇടയാക്കിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മള് ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മൾ അത്ര നമ്മൾ പിന്നെ അതുമായിട്ട് ഫ്രണ്ട്സ് ആവും ഒരിക്കലും ഇല്ല. നമ്മൾ അതിനെ അതുപോലെ വെറുക്കും. അപ്പം പാപം ഒരു ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യം, അത് നമ്മൾ അതുപോലെ വെറുക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള കോപവും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അതെല്ലാം നമ്മൾ വെറുക്കണം. ദൈവത്തിനെതിരായിട്ടുള്ള കാര്യം അതുപോലെ കർത്താവിന് ഇത്രയും വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പാപം. അത് വേറെ ആരുടെയും പാപമല്ല, ഇത് എന്റെ പാപമാണ്. പേഴ്സണലായിട്ട് കാണുവാനും അത് അതിനെ വെറുക്കുവാനും കോപമാവട്ടെ, അല്ലെങ്കിൽ എന്റെ സമയം വേസ്റ്റ് ചെയ്യാവുന്നതാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കർത്താവിനെ അല്ലാതെ വേറെ എന്ത് സ്നേഹിക്കുന്നത്, വേറെ എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ നമ്മള് എന്തെങ്കിലും ഒരു ഫോൺ വെച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നത്, അതെല്ലാം പാപമാണെന്നുള്ളത് ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യം. അത് പിശാചി നമുക്കൊരു മീൻസ് നമുക്ക് ഒരു ഹെൽപ്ലെസ് ആയിട്ട് വിട്ട സമയത്ത് കർത്താവിന്റെ മരണം മാത്രമേ ഉള്ളായിരുന്നു അവിടെ. വേറൊരു സൊല്യൂഷന് ദൈവത്തിന്റെ മുമ്പിൽ ഇല്ലായിരുന്നു. പക്ഷെ ദൈവം അത് എനിക്കായിട്ട് അത് ചെയ്തു. ആ ഒരു സൊല്യൂഷൻ ആ ഒരു മരണത്തിന് മുമ്പിൽ എനിക്ക് വേറെ നൽകാനായിട്ടൊന്നുമില്ല. എന്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യാനും ഓരോ സിറ്റുവേഷനിലും അവിടെ ഹമ്പിളായിട്ടിരിക്കാനും എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടമല്ലായിരിക്കും പല സാഹചര്യത്തിലും ഹമ്പിളാവാനും. പക്ഷെ അവിടെ കർത്താവ് എനിക്കായിട്ട് മരിച്ചു. അപ്പൊ എനിക്കും
അവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം, കോപത്തിനെതിരായിട്ടും പല എന്റെ ജഡത്തിലെ പല ഇഷ്ടങ്ങളും എല്ലാം മാറ്റി വെക്കാനായിട്ടും ഞാൻ ജീവിക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഒരു രണ്ട് പേരുടെ ഫെലോഷിപ്പിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ കർത്താവ് ജീവിച്ചിരുന്നപ്പം നടക്കാത്ത കാര്യം, ഒരു കർത്താവ് മരിച്ചതിന് ശേഷം രണ്ടുപേരും കർത്താവിന്റെ ബോഡി ഒരു അതുപോലെ അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ശരിക്കും ഒരു സൈക്ലർ പറയാറുണ്ട്, ചർച്ച് ഫോം ആവണമെങ്കിൽ അവിടെ നമ്മള് സൈക്ലറിനോട് ദൈവം പറഞ്ഞ കാര്യം, ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് ചർച്ച് തുടങ്ങിയപ്പോൾ പ്രേയറിനോട് ദൈവം പറഞ്ഞ യു ഹാവ് ടു ഫോൾ, യു ഹാവ് ടു ഡൈ. ആ ഒരു ഡെത്തിലൂടെ മാത്രമേ അവിടെ ഒരു ചർച്ച് ഫോംഡ് ആവത്തുള്ളൂ. ഇപ്പം ഇവിടെ ജോസഫ് പിന്നെ നിക്കോദിമോസ് അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവര് കർത്താവിനായിട്ട് അവരുടെ സമയവും എല്ലാം കൊടുക്കുന്ന ഒരു എന്റെ ജീവിതത്തിലും പല കാര്യങ്ങളും എനിക്ക് തോന്നുന്ന പോലെ ചെയ്യാനായിട്ടല്ല, മറിച്ച് അവിടെ സഹോദരങ്ങളുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പില്, വീട്ടിലാണെങ്കിലും ഹസ്ബൻഡുമായിട്ടുള്ള ഫെലോഷിപ്പില് ചെയ്യാനായിട്ടും എന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെക്കാനായിട്ടും അവിടെ കർത്താവ് അതിനായിട്ടാണ് മരിച്ചത്. അവിടെ അവര് ഞാനും അവിടെ ഇടത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫെലോഷിപ്പ് വരും. അവിടെ കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ചെറിയ പ്രായം മുതലേ ഒരു ക്രിസ്തീയ ഭവനത്തില്, കർത്താവിന് ഭയമുള്ള ആരാധിക്കുന്ന ഒരു ഭവനത്തില് ജനിച്ചു വളരാൻ ഇടയായതുകൊണ്ട് കർത്താവിന്റെ വചനങ്ങളോട് വലിയ താല്പര്യം ആ ചെറിയ പ്രായം മുതലേ ഉണ്ടായിരുന്നു. അത് ഇന്ന് വരെയും കണ്ടിന്യൂ ചെയ്യുവാൻ തക്കണം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. കർത്താവിന് ഏത് കാര്യത്തിലും കർത്താവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓടുവാൻ, അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങള് ഉത്സാഹിച്ചിട്ടുണ്ട്. പല അക്ഷരത്തിൽ തെറ്റിപ്പോയിട്ട് കാണും, എന്നാലും കഴിവതും തെറ്റാതിരിക്കാത്തക്കോണം ഉത്സാഹിച്ചിട്ടുണ്ട്. ദൈവം അങ്ങനെ ഞങ്ങളെ നടത്തി. അത് കർത്താവിന്റെ കൃപയൊന്നും മാത്രമാണ്. വീഴാതെ നിന്നത് കർത്താവിന്റെ കൃപയൊന്നും മാത്രം. അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ഞങ്ങളും വീഴാമായിരുന്നു, നഷ്ടപ്പെടാമായിരുന്നു. പക്ഷെ നഷ്ടപ്പെടാതെ വീഴാതെ കർത്താവ് നടത്തി. ചെറിയ പ്രായത്തില് ഒരച്ഛനാണെന്നുള്ളായിരുന്നു വിചാരം. അത് ഞാൻ ആ ഓഫീസിനോട് പറഞ്ഞു, ഞങ്ങളുടെ ഫാറിനോട് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു, സാമ്പത്തികമായിട്ട് നല്ല പൊസിഷൻ അല്ലാത്ത ഒരു അച്ഛന്മാരായി കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അത്ര വലിയ സാമ്പത്തിക ഭദ്രതയുള്ളത് അല്ലല്ലോ. അതുകൊണ്ട് ആ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറി. ആ സമയം തന്നെ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പൊ ജോലി കിട്ടി എന്നുള്ളത് കൊണ്ട് ആ കാര്യത്തിൽ കൂടെ മുന്നോട്ട് പോകാനായിട്ട് ഇടയായി. ആ ജോലി സ്ഥലങ്ങളിലൊക്കെ തന്നെ കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഈ വീട്ടിൽ ഈ ദേശത്ത് ഞങ്ങൾ താമസിക്കുമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലായിരുന്നു, എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ കർത്താവ് ഇവിടെ തന്നെ ഞങ്ങളെ ആക്കി. അപ്പോൾ മനസ്സിലായി കർത്താവിന് ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങള് പോന്നു. കുഞ്ഞുമോളെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത് കർത്താവ് തന്ന ഒരു നല്ല സെലക്ഷനായിരുന്നു. അതുകൊണ്ട് വളരെ ഞങ്ങളുടെ കുടുംബജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. കുഞ്ഞുങ്ങള് മക്കള് അവർ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കണം അവരെയും കർത്താവ് സഹായിച്ചു.
അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾ മുന്നോട്ട് വന്നു. അതുകൊണ്ട് എല്ലാം ആയിന്ന് അവകാശപ്പെടാനില്ല. ധാരാളം കാര്യങ്ങൾ ഇനിയും കറക്ഷൻസ് ആവശ്യമാണ്. അവിടെയൊക്കെയും കർത്താവ് കാണിക്കുന്ന ആ കറക്ഷൻസ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഉത്സാഹിക്കുന്നു. ഇന്നും ഏത് കറക്ഷൻ നല്ലതായിട്ട് കർത്താവ് തരുന്നോ അത് അംഗീകരിക്കാനായിട്ട് ഞങ്ങള് ഉത്സാഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങൾക്ക് അനുസ്മരിക്കുന്നു. ഞാനും ഒരു ക്രിസ്ത്യ ഭവനത്തിലാണ് എനിക്ക് വളർന്നതെങ്കിലും ഒരു മതഭക്തി, പള്ളിഭക്തിയും ഒക്കെ ആയിട്ട് വളർത്തപ്പെട്ടവരുകളാണ്. എന്നാല് ചോദിച്ചാലേ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയതിന് ശേഷം ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവവചനം വായിക്കാൻ തന്നെ തുടങ്ങിയത്. കാരണം അന്ന് മർത്തോമപ്പള്ളിയില് എന്റെ രാജേഷ് മോനാ മൂത്തത്. അവന് പോയിട്ട് തിരിച്ചു വന്ന് വേദവാക്യമൊക്കെ പറയുമ്പോൾ, വചനമൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും, ഈ എന്തൊരു നാണക്കേടാ, എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അന്ന് മുതലാണ് ഞാൻ ഈ വചനം പഠിക്കാനായിട്ട് തുടങ്ങിയത്, വായിക്കാൻ തുടങ്ങിയത്. ആ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കർത്താവ് എന്നോട് ഓരോ കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ ആ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ അന്ന് കർത്താവിന്റെ മുന്നിൽ ഞാൻ എന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പം വചനം പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് പണ്ട് ചെയ്തിരുന്ന എല്ലാം തെറ്റാണെന്നും ഉള്ള കാര്യം ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്തോട്ടൊന്നും പോയിട്ടില്ല. ഈ പുണ്യവാളന്മാരോട് പ്രാർത്ഥനയും മരിച്ചവർക്കുള്ള പ്രാർത്ഥനയും ഒക്കെ. പക്ഷെ എന്നാല് മർത്തോമ വിശ്വാസമായിരുന്നു എനിക്ക് ഏറ്റവും വലുതായിട്ട് ഞാൻ കണ്ടത്. പെന്തക്കോസ്തിൽ പോകുന്ന കാര്യം എനിക്ക് കേൾക്കുന്ന പോലും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവിടെയും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എന്നെ സംസാരിച്ച് സ്നാനപ്പെടാനും കർത്താവിന്റെ സഭയോട് ചേരാനും ഒക്കെ ദൈവം ഇടയാക്കി. അതിന് ദൈവം മുന്നമേ രാജേഷിനെ കർത്താവിന്റെ വഴിയിലേക്ക് ആക്കുകയും അവൻ കൊണ്ടുവന്ന ബ്രദർ സാഹിബിന്റെ CD പുസ്തകങ്ങളൊക്കെ ബ്രഷസും ഒക്കെ വായിച്ചാണ് എന്റെ ആത്മാവ് കത്തിയതും അതിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടായതും ദൈവം ഞങ്ങളെ ആ വഴിയിലേക്ക് നടത്തിയതും. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വഴികൾക്കായി സ്തോത്രം. ഓരോ ദിവസവും കർത്താവിനെ കാണുന്തോറും എന്റെ കുറവ് ഇന്നലത്തേനേക്കാൾ കൂടുതലാണ് എന്നാണ് എനിക്ക് ഞാൻ കാണുന്നത്. കർത്താവ് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എനിക്കറിയാം കർത്താവാണ് എന്നെ നടത്തുന്നതെന്ന്. കാരണം എന്റെ ഹൃദയം ഏതെങ്കിലും കാര്യത്തില് ഭാരപ്പെടുകയോ എനിക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരികയോ ചെയ്യുമ്പോൾ അവിടെ കർത്താവിന്റെ സഹായം ഞാൻ അനുഭവിക്കുന്നത് കാണുന്നുണ്ട്. എന്നാൽ ചില അവസരങ്ങളിലൊക്കെ കർത്താവ്, ഇന്നലെ ഹോശേയ പുസ്തകം ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോഴാണ് അതിനകത്ത് ആ പ്രവാചകനില് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറയുന്നത്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിയടകൾ കൊടുക്കും. ഈ മരുഭൂമിയിൽ എന്തോ മുന്തിരിയടയാണ്. അപ്പം മരുഭൂമിയുടെ അവസ്ഥയെ ആക്കിയിട്ട് കർത്താവ് മുന്തിരിയട തന്ന് എന്തിനാ? അതിന്റെ താഴെ പറയുന്ന, അവൾ ആദ്യ നാളിലെ പോലെ എനിക്ക് വിധേയമായി തീരും. അപ്പൊ എന്റെ കർത്താവിന് ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ആ വിധേയത്വത്തിൽ നിന്ന് മാറുന്നോ എന്ന് കാണുമ്പം കർത്താവ് ഒരു മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് എനിക്ക് മുന്തിരിയടകൾ തന്ന് ആ മുന്തിരിയട തിന്നു കഴിയുമ്പോൾ കർത്താവിന് വിധേയപ്പെടാനുള്ള ശക്തി ലഭിക്കുകയും കർത്താവിന് വിധേയപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. കർത്താവ് എന്നെ അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്നുമില്ല, എനിക്കൊന്നിനും കഴിവുമില്ല. എന്നാൽ ദൈവം നടത്തുന്ന ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ ആ കരുതല്, ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ദൈവത്തിന്റെ ആ വലിയ ആഗ്രഹം, അതാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ ബലം പിടിച്ചിട്ടൊന്നുമല്ല. ഞാൻ ബലം പിടിച്ചാലോട്ട് നിൽക്കാനും ഒക്കത്തില്ല. കർത്താവിന് എന്നെ വേണം. നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. നമ്മളതാണല്ലോ വായിക്കുന്ന മുഴുവനും. അവനവന്റെ സുശേഷം പഠിക്കുമ്പോഴൊക്കെ കർത്താവ് എനിക്ക് വേണ്ടി കൊടുത്ത വിലയും അതിന് പകരം എനിക്ക് കിട്ടുന്ന ഫലവും ഒക്കെയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫലം എനിക്ക് നഷ്ടപ്പെടരുതെന്ന് എന്നേക്കാളേറെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവ് എന്നെ നടത്തുന്നു. കർത്താവെ അന്ത്യത്തോളം വിശ്വസ്തയോടെ നടപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പം അതിനകത്ത് ദൈവത്തിന്റെ സ്വഭാവവും മനുഷ്യന്റെ സ്വഭാവവും വ്യക്തമായിട്ട് കാണാനായിട്ട് എനിക്കൊരു മുന്നറിയിപ്പും കൂടെ അവിടെ തരുന്നത്. രാജാക്കന്മാര് ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത രാജാക്കന്മാര് ഒരു ചെറിയ നിമിഷം മതി അവരൊന്നും. പലരും ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ വായിച്ച യോശിയാവിന്റെ കാര്യമാണ്.
യോശിയാവ് അവന്റെ അപ്പൻ ചെയ്തതെല്ലാം, ദൈവത്തിന് വിരോധമായി ചെയ്തതെല്ലാം പറിച്ചു കളഞ്ഞ് വിഗ്രഹവും പൂജാഗിരി എല്ലാം മാറ്റി ദൈവത്തിന് വേണ്ടതെല്ലാം ചെയ്ത് വെച്ച് അവസാനം ഒരു നിമിഷം ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവം പറഞ്ഞതും കേൾക്കാതെ യുദ്ധം ചെയ്യാൻ പോയി അവനെ കൊന്നു. വാസ്തവത്തിൽ കർത്താവേ, അതെനിക്കൊരു മുന്നറിയിപ്പായിട്ട് ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും പിശാച് ഏതെങ്കിലും കാര്യത്തിൽ ദൈവത്തോട് അനുവാദം ചോദിക്കാതെ നടക്കാനുള്ള ഒരു പ്രലോഭനം തരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാനും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് മുന്നോട്ട് പോകാനും ഞാൻ അധികമായി ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് എല്ലാവരോടും കൂടി ഒരുമിച്ച് ഇവിടെ പ്രാർത്ഥന ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞാനൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചെറുപ്പം മുതലേ കൊണ്ട് നടക്കുന്ന ഒരു കുടുംബമാണെന്ന് ഉള്ളതിൽ സംശയമില്ലല്ലോ. പക്ഷേ എന്റെ മാതാവ് CSI പശ്ചാത്തലത്തിൽ വന്നതും ഞാൻ അവരുമായിട്ടുള്ള ബന്ധം കൊണ്ട് എനിക്ക് ഇപ്പമൊക്കെ ഞാൻ ഇതിൽ നിന്ന്, എന്റെ ഫാദറാണെങ്കിൽ ഞങ്ങളുടെ പുസ്തകത്തിലെ പ്രാർത്ഥന അല്ലായിരുന്നു അന്നും പ്രാർത്ഥിക്കുന്നത്. എന്റെ ഫാദറിന് 4 ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അന്നും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ വളർന്നുകൊണ്ട് ദൈവമായിട്ടുള്ള അല്പം കൂടെ ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു. എങ്കിലും ദിവസം വായിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ ആ ചടങ്ങുകൾ ഇങ്ങനെ നടന്നു പോകുന്നു വർഷങ്ങളോളം. ഞാൻ ഇവിടുന്ന് കോഴിക്കോടിന് പോയി ജോലിയുടെ എനിക്ക് വേണ്ടി അവിടെ പോയതാണ്. അവിടെ പോയി അതൊന്നും അന്നേരം ഒന്നും വിവാഹമൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് അവിടെ വിവാഹം കഴിച്ചു. തങ്കമ്മയ്ക്കും അവിടെ ജോലി കിട്ടി. എന്നെ അവിടെ ജോലി കിട്ടപ്പോൾ എന്നോട് മാമനായിട്ട് പറഞ്ഞു, സൺഡേ സ്കൂൾ പഠിപ്പിക്കണം. ഞാൻ അവിടെ സൺഡേ സ്കൂൾ പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഈ സൺഡേ സ്കൂൾ പഠിക്കുകയും സഭാചരിത്രവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും പഠിപ്പിക്കാറ്. ഞാൻ ഈ ബൈബിളും അതുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഞാൻ ഈ പെണ്ണുങ്ങളോട് അന്നും പറഞ്ഞു കൊടുക്കാനുള്ളൂ. പക്ഷെങ്കിൽ ഞാനൊരു അധ്യാപകൻ ആയിരുന്ന കാലത്ത് ഞാൻ എൻ്റെ ദൈവത്തെ കൂടുതലായിട്ട് അറിഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോജനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പല അവസരത്തിൽ വിചാരിച്ചു പോയിട്ടുണ്ട്. എനിക്ക് 3 പിള്ളേരാണ് ഉള്ളത്. ബിനുവും ബിജുവും, അവർ ട്വിൻസാണ്. ഒരാളെ ഒരു മോളും. അപ്പൊ അവരിൽ കൂടിയാണ് ഞങ്ങള് സാധാരണ പോലെ മക്കളിൽ പിതാക്കന്മാരാണ് മക്കള്. ഇത് മക്കളിൽ നിന്നാണ് പിതാവ് ഒരു ദൈവിക അനുഭവം, ആ വിധത്തിലുള്ള ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായിരുന്നു. അവര് വീട്ടില് അവരുടെ കൂട്ടുകാരൊക്കെ കൂടി ഈ ഓൾ നൈറ്റ് ഒക്കെ വെക്കുന്ന ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടിയാണ് ഞങ്ങൾ ആദ്യമൊക്കെ, ഞങ്ങൾക്ക് അതിനൊരു അത്ര ഇഷ്ടമില്ലായിരുന്നു. കാരണം ഈ ഓർത്തഡോക്സ് വിശ്വാസമാണല്ലോ. പിന്നെ അത് കുറച്ചും കൂടെ കൂടി വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കും അത് താല്പര്യമായി. അങ്ങനെ ഞങ്ങള് അതിലേക്ക് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ സന്തോഷ് ബ്രദറിന്റെ വീട്ടിലൊക്കെ, ജോസ് ബ്രദറും ഒക്കെ പ്രയറിനൊക്കെ വരുമ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മാർത്തോമാ ചർച്ചിലെ സുവിശേഷ യോഗമാണെങ്കിലും മറ്റുള്ള എല്ലായിടത്തെയും അതുപോലെ MI യോഹന്നാന്റെ അവിടെയൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷെങ്കിൽ എന്റെ മകളെ വിവാഹം കഴിച്ചത് ഒരു പുരോഹിതൻ. ഞങ്ങൾക്ക് അവളെ വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ട് അവൾക്കൊരു അച്ഛനെ മതി എന്നുള്ള ആ ഒരു പള്ളിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അച്ഛനെ മതി എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെങ്കില് പിന്നീട് കുറച്ച് ആളുകൾ ഏതാണ്ട് ഒരു 10-15-16 വർഷമായുള്ളൂ ഞങ്ങള് ഈ ചർച്ചിലേക്ക് വന്നു. ഞങ്ങൾ ഒരിക്കൽ ബഹറിന് പോയി, ഉസ്മാന്റെ അടുത്ത് പോയി. അവിടുന്ന് എന്റെ പെങ്ങളുടെ ഭർത്താവ് അവിടുത്തെ പാസ്റ്ററായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും സ്നാനപ്പെടുമ്പോഴും വിചാരം ഇവിടെ വന്നിട്ട്
അച്ഛൻ അവിടെ ഉണ്ടല്ലോ, അല്ല മകളുടെ ഭർത്താവ് ഉണ്ടല്ലോ, ഞാൻ എങ്ങനെ എന്നാലും ഇവിടെ വന്നിട്ട് പള്ളിയിൽ പോകാം. സത്യം. പക്ഷെങ്കില് അതിശയകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസം പിന്നെ പള്ളിയിൽ പോകാൻ തോന്നിയിട്ടില്ല. ഈ സ്നാനപ്പെട്ടതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും പള്ളിയിൽ പോകണമെന്ന് തോന്നിയിട്ട് പോയിട്ടില്ല. അത് ഒരു വലിയ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായി. അത് കഴിഞ്ഞ് പിന്നെ നിരന്തരമായിട്ട് പിന്നെ പിള്ളേരുടെ കൂട്ടത്തില് ഒന്നിലേക്ക് പോവുകയും ഈ വചനം കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തില് ഒരു മാറ്റം വരുവാൻ അതിനിടയായി. ജനിച്ച തങ്ങമ്മയും ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളോട് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ദൈവ മുഴുവൻ ഒന്നും ആയിട്ടില്ല. ചാകാതെ വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുകയാണ്. ഒന്ന് വള വിട്ട് നോക്കിയിട്ട് ചിലപ്പം നന്നാവോ എന്നുള്ള ഇതിൽ നിന്ന് പോകുന്നു. എങ്കിൽ അപ്പം മൂന്നാം മതിയായി ഇതിന്റെ രണ്ടാം മാത്രം ആണ്ടുകൾ അവസാനിക്കും മുമ്പ് എന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ എന്നൊരു ഇങ്ങനെയൊരു പ്രാർത്ഥന ആളുകൾ അവസാനിക്കും മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതം മുമ്പോട്ട് നയിക്കാൻ നിങ്ങളെ സഹായിക്കും. അതിന്റെ പ്രാർത്ഥന നിർമ്മിക്കുന്നു. ഞാനും ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു. യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ കുടുംബമൊക്കെ വലിയ ഇതുള്ളതൊക്കെ ആണെങ്കിലും അച്ഛന്മാരും ഒക്കെ ഉള്ള കുടുംബമാണെങ്കിലും ആ വിശ്വാസത്തിൽ അങ്ങനെ ജീവിച്ചു. ചെറുപ്പം മുതലേ ഈ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊരു ഒരു ചിന്തയുണ്ടായിരുന്നു. ആരും പറഞ്ഞു തരാനില്ല, മനസ്സിലാക്കി തരാനില്ല. പക്ഷെ വായിക്കുമ്പം പല വാക്യങ്ങളും വായിക്കുമ്പോ എനിക്ക് ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നേ എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുത്തരോടും ചോദിക്കാനും ഇല്ല, ആരും പറഞ്ഞു തരാനും ഇല്ല. പിന്നെ ഞാൻ എന്റെ സ്വന്തമായിട്ട് ചിലതൊക്കെ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെയാണ്. പള്ളിയിൽ പോയാലും അവിടെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുന്നതിന് ഇതിന്റെ അർത്ഥം എന്നതാ, അതെന്നെ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എനിക്ക് പള്ളിയിലെ പ്രാർത്ഥനകൾ സത്യത്തിൽ ഒന്നും അറിയാൻ മേലായിരുന്നു. ഒത്തിരി വലുതായിട്ടല്ല, കല്യാണം കഴിക്കുന്നതിനും വരെ ഒന്നും അറിയാൻ പറ്റില്ല. അവിടെ പോയി പ്രാർത്ഥിക്കും, അതിനകത്തൊക്കെ കൂടും, തിരിച്ചു പോരുമെന്നല്ലാതെ എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കും എപ്പോഴും. ഒന്നും മനസ്സിലാകുകയില്ല. ഈ വേദോത്സവം വായിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ എന്നൊരു വാക്യമുണ്ട്. ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഓർത്തിട്ടുണ്ട്. അതിനാ കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിനാ കർത്താവ് അങ്ങനെ ചെയ്യുന്നേ, കൊച്ചുങ്ങളെ അടിച്ചു കൊല്ലാൻ പറയുന്നോ, അതെന്താ അങ്ങനെ പറയുന്നതെന്നൊക്കെ അതുപോലെ ചില വാക്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സംശയത്തിൽ കിടന്നതാണ്. ഈ അടുത്ത കാലത്താണ് എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായത്. എന്താണ് ജോസ് ബ്രദറിനോട് ഞാൻ ചോദിച്ചപ്പോഴാണ് അതിന്റെ അർത്ഥം മനസ്സിലായത്. അതുവരെ എനിക്ക് അറിയാൻ മേലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ടും പള്ളിയിൽ പോകുന്നു. എനിക്ക് പള്ളിയിലെ പ്രാർത്ഥനകളോ എനിക്ക് പെരുന്നാളോ ഒന്നും അന്നും ഇഷ്ടമില്ല. പിന്നെ പോകുന്നു, എല്ലാം കൂടുന്നു. ഞാൻ പെരുന്നാളിനൊന്നും പോകുമല്ല. അപ്പ പറയും നമുക്ക് പെരുന്നാളിന് പോകണമെന്ന് പറയും. എന്നത്തിനാ പോകുന്നതെന്നൊക്കെ ചോദിക്കും. പിന്നെ എല്ലാരും പോകുന്നു, ആ കൂടെ പോകുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് പോന്നെങ്കിലും എനിക്ക് ബന്ധുക്കോസിൽ പോകണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. സ്നാനപ്പെടണമെന്നൊന്നും ആഗ്രഹമില്ല. കുറച്ചുകൂടെ ദൈവത്തെ അറിയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അവര് കൊച്ചുമോനും മോനും ഒക്കെ ഡിഗ്രിക്ക് പഠിക്കും. അവര് കൊച്ചായിരിക്കുമ്പോൾ മുതലേ എനിക്ക് അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഈ ബൈബിള് വായിച്ച് സങ്കീർത്തനം വായിച്ച് അവർക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുഞ്ഞിലേ മുതൽ സാറവിടെ കാണുകയില്ലെങ്കിലും ഞങ്ങൾ രാത്രിയിൽ അവിടെ ഇരുന്നുകൊണ്ട് സങ്കീർത്തനമൊക്കെ വായിക്കാനായിട്ട് അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കും. എനിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞു കൊടുക്കുന്ന കാരണം അവരും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോയത്. ഡിഗ്രിക്ക് പഠിക്കുമ്പം സാറിന്റെ പെങ്ങടെ മകൻ അവിടെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു വാടാ നമുക്ക് പ്രേരണ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് അവര് ആദ്യമായിട്ട് ഇങ്ങനെ പോയത്. അങ്ങനെ പോയി അവര് സ്നാനപ്പെട്ടതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവര് സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ഞങ്ങൾ വന്നു. ഇങ്ങനെ പിന്നെ പ്രേരണൊക്കെ ഒക്കെ ചെയ്തു. അങ്ങനെയായി. ഞങ്ങൾ എതിർത്തിട്ടൊന്നുമില്ലെങ്കിലും ആദ്യമൊന്നും അത്ര തൃപ്തി അല്ലായിരുന്നെങ്കിലും പിന്നെ പ്രാർത്ഥിക്കല്ലേ, വേറെ വഴിയൊന്നും പോയില്ലല്ലോ, എന്തോർത്ത് സന്തോഷിച്ചു.
ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഏതെല്ലാം വഴി പോകുന്നു, അതൊന്നും പോയില്ലല്ലോ, പ്രാർത്ഥനയ്ക്കല്ലേ പോയത് എന്നോർത്ത് സന്തോഷിച്ചു. പിന്നെ ഞങ്ങളും അത് കണ്ട് മനസ്സിലാക്കി ആ കൂട്ടത്തിൽ കൂടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ബഹ്റിനിൽ പോയി. അവിടെ അളിയന്റെ ഇരിക്കുന്നു. ഇവിടെ ഒത്തിരി പേര് പറഞ്ഞു വാ ഞങ്ങളുടെ കൂടെ വാ, പിന്നെ സ്നാനപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്നാനപ്പെടണമെന്ന് എനിക്ക് തോന്നണം, അത് തന്നെയല്ല നിങ്ങളെ അവരുടെ ഒന്നും ആയിരിക്കും എനിക്ക് സ്നാനപ്പെടാൻ ഇഷ്ടമില്ല. കാരണം പറയുന്നത് പോലെ ജീവിക്കുന്നില്ല. അന്ന് അവരുടെ ഒരിക്കലും എണ്ണത്തിന് സ്നാനപ്പെടാമെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെയും ഒരുവിധം അങ്ങനെയൊക്കെ പോകുന്നത് അളിയനായിരുന്നു. എനിക്ക് അളിയനെ ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സ്നാനപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി സ്നാനപ്പെടാമെന്ന് പറഞ്ഞ് അവിടെ പോയപ്പോൾ സ്നാനപ്പെട്ടു. ഇവിടെ വന്നു പള്ളി പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പോക്കൊന്നും നടന്നില്ല. ഇവിടെ വന്നു പിന്നെ അവരോട് അച്ഛനോടും മോളോടും പറയാനായിട്ട് മടിയായിരുന്നു, പറഞ്ഞില്ല. അതിനവര് പിണങ്ങി, കുറച്ചുനാൾ പിണങ്ങി നടന്നു. പിന്നെ കുഴപ്പമില്ല. ഞാൻ അവളോട് ചോദിച്ചിട്ട് ഈ പിണങ്ങി നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അതിൽ നല്ല ഇണങ്ങിയിരിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇച്ചിരി പിണക്കമൊക്കെ മാറി. ഇപ്പം സ്നേഹത്തിലൊക്കെ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ട് പോകുന്നു. പിള്ളേരും ഒക്കെ സന്തോഷമായിട്ട് പോകുന്നു. ദൈവം ഇന്നുവരെ നടത്തുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ നമുക്കും ഈ പറയുന്നത് പോലെ വായിക്കുന്നത് പോലെ പ്രയോജനം പോലെ ആകാൻ സാധിച്ചിട്ടില്ല. സാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, തെറ്റിപ്പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിവിക്കാൻ ദൈവം ശക്തരാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കും.